ദിവസത്തേക്കുള്ള യാത്രയാണെങ്കിലും ഈ യാത്ര വെറും ഒരു വിനോദയാത്രയല്ല. മഴവില്ലിന്റെ ചെരിവിലൂടെ ആകാശപ്പടവുകൾ ലക്ഷ്യമാക്കി മുന്നേറുന്ന ദേശമംഗലത്തെ മലബാർ എഞ്ചിനീയർ കോളേജിന്റെ അക്രഡിറ്റേഷൻ വിജയം ഉൾക്കൊണ്ട മനോഹരമായ ഒരു ചാരിതാർത്ഥ്യം തേൻ പോലെ നുകർന്നുള്ള യാത്രയും കൂടിയാണിത്. ആദരണീയരായ ഹംസ സാർ, മൻസൂർ സാർ, ബാബു സാർ, നാസർ സാർ തുടങ്ങിയ പ്രഗത്ഭർ നയിക്കുന്ന ഈ കോളേജിന് അനിവാര്യമായ ഇടങ്ങളിൽ ഉപ്പായും മധുരമായും പ്രവർത്തിക്കുന്ന അഫ്താബ് സാർ ഹംസ സാറിന്റെ മകനാണെന്നതും അഭിമാനം തന്നെയാണ്. ചെറുപ്രായത്തിൽ തന്നെ പിതാവിനോളം കഴിവും ഈ പ്രായത്തിലെ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായി വിചിന്തനങ്ങളുടെയും കാര്യപ്രാപ്തിയുടെയും വിനയത്തിന്റെയും മകുടോദാഹരണമായ ഈ യുവാവ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വിലമതിക്കാനാവാത്തൊരു മാണിക്യവും ഈ കോളേജിന് ഒരു അസറ്റുമാണെന്നത് വ്യക്തം. സന്തോഷം പങ്കിടാനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം ആലപ്പുഴയിലെ ബോട്ട് സവാരിയാണ്. ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിരുന്നു, ഇത്തിരി നേരത്തെ. കാരണം മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. അവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ ഇത്തിരി നേരത്തെ പോയാലാണ് പാർക്കിംഗ് ഏരിയ കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോട്ടിനടുത്തെത്തിയിരിക്കുകയാണ്. നീ ഉറങ്ങുന്ന വീഡിയോ എടുത്തിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. ഒരുപാട് ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതൊരു സ്പീഡ് ബോട്ടാണ് കേട്ടോ. നമ്മളെ ബോട്ടിൽ നിന്ന് ആ ബോട്ടിലോട്ട് നമുക്കൊന്ന് കറങ്ങി വരാം. ഞാനിങ്ങനെ ഓരോരുത്തരെ വീഡിയോ ചെയ്തിട്ടും ഫോട്ടോ എടുത്തിട്ടൊക്കെ നടക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങളുടെ ബന്ധുക്കളുടെ മുഖച്ഛായയുള്ള 1-2 പേരെയും കണ്ടു. ഈ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി കൂടിയത് ബാബു സാറിൻ്റെ വൈഫുമായിട്ടായിരുന്നു. ഈ യാത്രയിലുടനീളം എനിക്ക് സീന മിസ്സിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ തൃപ്രയാറുള്ള കെമിസ്ട്രി മിസ്സാണ്. ഒരു കെമിസ്ട്രി മിസ്സ് എന്നതിലപ്പുറം നമ്മുടെ കോളേജിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് തന്നെ പറയാം. ചെറു സംഘങ്ങളായി പലരും സ്പീഡ് ബോട്ടുകളിൽ സഞ്ചരിച്ച് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും കായലോളങ്ങൾ ഞങ്ങളെ പുഞ്ചിരിച്ചാണ് സ്വീകരിച്ചത്. കരിമീൻ പൊള്ളിച്ചതടക്കമുള്ള സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അധ്യാപകരെ ഞാൻ വീഡിയോയിൽ പകർത്തുകയാണ്. വളരെ നല്ല സഹകരണമുള്ള അധ്യാപകർ തന്നെയായിരുന്നു ഇവരൊക്കെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഫോട്ടോ എടുത്ത് തുടങ്ങി. പിന്നെ അവിടെ അരങ്ങേറിയത് അന്ത്യാക്ഷരിയുടെ പൂരമായിരുന്നു. നമുക്കത് കാണാം. കാത്തുനിൽക്കുന്ന
അതിലിരിക്കണം. പിന്നിൻ മാണിക്യച്ചെപ്പ് അതിലേറെ മോചിതനായി പടിയേറെ നിൽക്കും ചന്ദ്രനോ ഇവരിങ്ങനെ പലതും കാട്ടും, പക്ഷെ ഇവര് ജയിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഇടയ്ക്ക് ഇവരിങ്ങനെ കാട്ടുന്നതാണ്. കല്ലാണ് നെഞ്ചിലെന്ന് പറയേണ്ടടുത്ത് ഇവര് പാടുന്നത് കേട്ടോ. തെറ്റിപ്പാടുന്നവരെ കോവല് കൊണ്ടാണ് എല്ലാവരും അഭിഷേകം ചെയ്തത്.
അങ്ങനെ ഗാനമേളയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കായലിലേക്ക് നോട്ടയച്ചിരിക്കുകയാണ്. ഇപ്പോൾ മഴ ചാറുന്നുണ്ട്. ഒരുപാട് ബോട്ടുകൾ തലങ്ങും പലങ്ങൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. പാടം കണ്ടോ? ഈ പാടം എങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുക എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം അത്രയും വെള്ളമുള്ള സ്ഥലത്ത് തൊട്ടപ്പുറത്താണ് ആ പാടം കാണുന്നത്. ഇപ്പോൾ ടീ ടൈം ആയിരിക്കുന്നതാണ്, ചായ വന്നിരിക്കുന്നു. ചെറു സംഘങ്ങളായി വീണ്ടും സ്പീഡ് ബോട്ടിലോട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കൂട്ടത്തിലാണ് ഇക്ക കയറിയത്. ഞാൻ അവരുടെ വീഡിയോ ചെയ്യാണ്. ടാറ്റയ്ക്ക് വീശി പോയാൾ അവസ്ഥ വരുമ്പോൾ കാണണം കേട്ടോ. മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ച് ആ ഭാഗത്താന്ന് തോന്നുന്നു കംപ്ലീറ്റ് നനയുന്ന ഭാഗം നമുക്ക് കാണാൻ വഴിയെ. അതിനിടയിൽ ബോട്ട് ഓടിക്കാനുള്ള ഒരു അവസരം അവർ തരികയാണ് ഞങ്ങൾക്ക്. ഞാൻ അതിൽ കയറിയിരിക്കുകയാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സാർ എൻ്റെ വീഡിയോ ചെയ്യാണ്. വളരെ രസകരമായിട്ട് തോന്നി കേട്ടോ ഈ ബോട്ട് ഓടിക്കൽ. നന്നായി എൻജോയ് ചെയ്തു എന്ന് തന്നെയാണ് പറയേണ്ടത്. നാസർ സാർ വരുമ്പോ മാഡം ഓടിക്കണം കാണണം. അതെ അതെ അതെ. രസികനായ ഒരു അധ്യാപകൻ ബോട്ടിന്റെ ലിവറൊക്കെ ഊരിയെടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. ലിവർ വലിക്കാൻ പറഞ്ഞ ബുദ്ധിമാൻ. സാറിന്റെ പേരെന്താ? പറഞ്ഞോളാം കേട്ടോ. ഇപ്പോൾ ബോട്ടിൽ പോയവരൊക്കെ കയറി വരികയാണ്. ഇങ്ങനെ ഒരു ഡോറുണ്ട് കേട്ടോ സ്പീഡ് ബോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. എൻ്റെ കെട്ടിയോന് മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചാണ് വന്നിരിക്കുന്നത്. ഇനി ഒരിടത്തും നനയാൻ ബാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ബാബു സാറ് ക്ലാസ് എടുക്കുന്നത് സ്പീഡ് ബോട്ടിൽ പോകുമ്പോൾ വെള്ളം വരുമ്പോൾ എങ്ങനെയാണ് വെള്ളത്തിന് അകറ്റുക എന്നതിനെ കുറിച്ചാണ്. ഗംഭീരമായ ബോട്ട് സവാരിക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറിപ്പോൾ ബീച്ചിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ തന്നെയുള്ള മനോഹരമായ ബീച്ചാണിത്. എന്നെന്നും ഓർമ്മിക്കാൻ ഒരുപാട് മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ച മലബാർ കോളേജിൻ്റെ അണിയറ ശില്പികൾക്ക് നന്ദി.